അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ളവരെ, നമ്മൾ ഇന്ന് പറയുന്നത് സ്വർഗത്തിലേക്ക് പോകുന്ന സ്ത്രീകളുടെ അടയാളമാണ്. 7 അടയാളങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മേറാജിന്റെ രാത്രി വന്നിട്ട് എന്താ പറഞ്ഞറിയും? നരകത്തിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകളാണെന്ന്. നരകത്തിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകളെയാണ് ഞാൻ കണ്ടത് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താണത് കാരണം? അല്ലാഹു അഅലം. പ്രിയമുള്ളവരെ, നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്ന് പറയുന്നത് സ്വർഗത്തിലേക്ക് പോകുന്ന സ്വർഗാവകാശികളായ നിസാഇൽ ജന്ന, സ്വർഗസ്ഥ സ്ത്രീകൾ ആരൊക്കെയാണ്, അവരെ കുറിച്ചാണ് നമ്മളിന്ന് പറയുന്നത്. നമ്മുടെ വീട്ടിലുണ്ടോ, അല്ലെങ്കിൽ എനിക്ക് ഈ സ്വഭാവങ്ങളുണ്ട്, എനിക്ക് ഈ ലക്ഷണങ്ങളുണ്ടെങ്കിൽ അത് സ്വർഗത്തിലേക്ക് പോകുന്ന അടയാളങ്ങളിൽപ്പെട്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തെ തൊട്ട് നമ്മെ കാത്തുരക്ഷിക്കട്ടെ, സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ, അപ്പോൾ അങ്ങനെയുള്ള 7 അടയാളങ്ങളാണ് നമ്മൾ ഇന്ന് പറയുന്നത്. അള്ളാഹു സ്വർഗത്തിലേക്ക് പോകുന്ന ആളുകളിൽ നമ്മെ ഉൾപ്പെടുത്തട്ടെ. ഇനി ഈ അടയാളങ്ങൾ ജീവിതത്തിൽ ഇല്ലെങ്കിൽ അത് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. പ്രിയമുള്ളവരെ, സിഫാത്തു നിസാഇ അഹ്ലിൽ ജന്ന, സ്വർഗീയ സ്ത്രീകളുടെ ലക്ഷണങ്ങൾ, സ്വർഗീയ സ്ത്രീകളുടെ അടയാളങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമത്തത് അൽ ഈമാനു സ്വാദിഖു ബില്ലാഹ്, അള്ളാഹുവിനോടുള്ള ഈമാനിൽ ഒരു കലർപ്പുമില്ലാതെ കൃത്യമായി പൂർണ്ണമായ ഈമാനുള്ള സ്ത്രീകളാണ്. നിസ്കാരം ഒഴിവാക്കൂല, ദിക്ർ ഒഴിവാക്കൂല, എല്ലാ സമയത്തും അവർ ഈമാനിന്റെ പരിപാടി വിട്ടിട്ട് ഒരു കളിയുമില്ല. ഹറാമൊക്കെ ജീവിതത്തിൽ സംഭവിക്കുമെന്ന് കണ്ടാൽ അവരവിടുന്ന് പോകും, അല്ലെങ്കിൽ അത് ചെയ്യാൻ തയ്യാറാവില്ല. ഇന്നൊക്കെ പല ആൾക്കാരൊക്കെ സോഷ്യൽ മീഡിയയിൽ വന്ന് ഡാൻസും പാട്ടും കൂത്തൊക്കെയാണ്. ഉമ്മമാർ അല്ലേ, പ്രായം ചെന്ന ഉമ്മമാരൊക്കെ ലജ്ജയില്ലാതെ മറ്റുള്ളവരുടെ മുമ്പിൽ ശരീരം എക്സ്പോസ് ചെയ്യുന്ന വസ്ത്രങ്ങളൊക്കെ ധരിച്ചിട്ട് മറ്റുള്ളവർ കാണാൻ വേണ്ടിയിട്ട് പലതും ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ആലോചിച്ചോളൂ, അത് സ്വർഗത്തിലേക്ക് പോകുന്ന സ്ത്രീകളിൽ നിന്ന് വ്യത്യസ്തരാക്കപ്പെട്ട ആളുകളാണ്. അവർ സ്വർഗത്തിലേക്ക് പോകുന്ന അടയാളങ്ങൾ ഇല്ലാത്തവരാണ്. എന്നാൽ ഒന്നാമത്തെ ഈമാനു സ്വാദിഖു ബില്ലാഹ്, ഈമാൻ എന്ന് പറയുന്നത് അവരുടെ ഈമാൻ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടല്ല. മറ്റാരും കാണാനില്ലാത്ത സ്ഥലത്തും അവർ ഔറത്ത് മറക്കും, മറ്റാരും കാണാനില്ലാത്തപ്പോഴും അവർ നിസ്കരിക്കും. ആരും തൻ്റെ ജീവിതത്തെ ശ്രദ്ധിക്കുന്നില്ലെങ്കിലും അള്ളാഹുവിനോടുള്ള കാര്യങ്ങളിൽ അവർ കൃത്യത പുലർത്തുന്നവരായിരിക്കും. അങ്ങനെയുള്ളവർ ഈമാനുള്ളവരാണ്. അവർ നാളെ സ്വർഗത്തിലേക്ക് പോകുന്ന ആളുകളാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. പ്രിയമുള്ളവരെ, പരിശുദ്ധ ഖുർആനിലെ സൂറത്തു നഹ്ലിൽ പറയുന്നുണ്ട്, മൻ അമില സ്വാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസ വഹുവ മുഅ്മിനുൻ ഫലനുഹിയന്നഹു ഹയാതൻ ത്വയ്യിബ. ആണാവട്ടെ പെണ്ണാവട്ടെ, അള്ളാഹുവിനോട് ഖാലിസായ ഈമാനോടുകൂടെ ഒരു മനുഷ്യൻ സൽക്കർമ്മം ചെയ്യുന്നുണ്ടെങ്കിൽ അവനക്ക് സ്വർഗം നൽകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പരിശുദ്ധ ഖുർആനാണ് പറയുന്നത്. അവർക്ക് നല്ല ഉന്നതമായ ജീവിതം കൊടുക്കും. ഇനി മറ്റൊന്നാണ് അൽ മുഹാഫളത്തു അല സ്വലാത്ത്. രണ്ടാമത്തെ കാര്യം, നിസ്കാരത്തെ സൂക്ഷിക്കുന്നവർ. എവിടേക്ക് പോകുകയാണെങ്കിലും നിസ്കരിക്കാനുള്ള സ്ഥലമില്ലെങ്കിൽ ഉമ്മ പോരൂലട്ടാ. നിസ്കരിക്കാനുള്ള സൗകര്യമുള്ള പള്ളി കണ്ട അവിടെ നിർത്താൻ പറയുമ്പോ അല്ലേ, നിസ്കാരം ഒഴിവാക്കൂല. ഏത് കല്യാണമാണെങ്കിലും ഏത് പൂരാണെങ്കിലും ഏത് പരിപാടിക്ക് പോയാലും നിസ്കാരം ഖളാ ആക്കുന്നതിന് അവരെ കിട്ടില്ല. അത് സ്വർഗസ്ഥ സ്ത്രീകളുടെ ലക്ഷണമാണ്. അവർ നിസ്കാരം ഖളാ ആക്കൂല, നിസ്കാരം വൈകിപ്പിക്ക പോലുമില്ല. ബാങ്ക് കൊടുത്ത ഉടനെ വീട്ടില് നിസ്കാരത്തിനുള്ള തയ്യാറെടുപ്പുകളാകും. ചിലപ്പോൾ ബാങ്ക് വിളിക്കുന്നതിൻ്റെ മുമ്പ് തന്നെ വുളു എടുത്തിരിക്കുന്നവരാകും. അങ്ങനത്തെ ആളുകൾ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ കരുതി വെച്ചോ, അവർ സ്വർഗത്തിലേക്കുള്ള ആളുകളാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഇദാ സ്വല്ലത്തിൽ മർഅതു ഖംസഹാ, ഒരു സ്ത്രീ 5 വഖ്ത് നിസ്കരിച്ചു, വസ്വാമത്ത് ശഹ്റഹാ, റമളാൻ മാസം നോമനുഷ്ഠിച്ചു, വഹഫളത്ത് ഫർജഹാ, അവരുടെ അവയവങ്ങൾ അവർ സൂക്ഷിച്ചു, വഅതാഅത്ത് സൗജഹാ, ഭർത്താവിന് വഴിപ്പെട്ടു, ഖീല ലഹാ, അവരോട് പറയും, ഉദ്ഖുലീ, നിങ്ങൾ പ്രവേശിച്ചോളൂ, അൽ ജന്നത, നിങ്ങൾ സ്വർഗ്ഗത്തിൽ കയറിക്കോളൂ എന്ന് പറയും ഈ പറയപ്പെട്ട സ്ത്രീകളോട്. മിൻ അയ്യി അബ്വാബിൽ ജന്ന ശിഅ്തി, നിങ്ങൾ ഉദ്ദേശിക്കുന്ന വഴിയിലൂടെ, ഉദ്ദേശിക്കുന്ന കവാടത്തിലൂടെ സ്വർഗ്ഗത്തിൽ കയറിക്കോളൂ. അങ്ങനത്തെ ആൾക്കാരോടെ പറയുള്ളൂ. നിസ്കാരം നിലനിർത്തുന്ന, ഭർത്താവിന് വഴിപ്പെടുന്ന, നോമ്പനുഷ്ഠിക്കുന്ന ഈമാനുള്ള സ്ത്രീകളോട് നാളെ പാരത്രീക ലോകത്ത് നിന്ന് വിളിച്ചു പറയപ്പെടും, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആ സ്വർഗത്തിൻ്റെ വഴികളുണ്ടല്ലോ, വിശാലമായി കിടക്കുന്ന വഴികൾ, ഏത് വഴിയിലൂടെ വേണമെങ്കിലും നിങ്ങൾ പ്രവേശിച്ചോളൂ. നോമ്പുകാരുടെ വഴിയിലൂടെ പോണോ പൊക്കോളൂ, നിസ്കരിക്കുന്നവരുടെ വഴിയിലൂടെ പോണോ പൊക്കോളൂ, നിങ്ങൾക്ക് ഏത് വഴിയാണോ താല്പര്യമുള്ളത് ആ വഴിയിലൂടെ പൊക്കോളൂ. അത് സ്വർഗസ്ഥ സ്ത്രീകൾക്ക് മാത്രമുള്ള ഒരവകാശമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയണം, വെറുതെ തമാശ പറയല്ല. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇനി മൂന്നാമത്തെ അടയാളം,
ത്വാഅത്തു സൗജി ഫിൽ മഅറൂഫ്. പരിശുദ്ധ ഇസ്ലാം കൽപ്പിക്കുന്ന കാര്യത്തിൽ ഭർത്താവിന് വഴിപ്പെടുക എന്നുള്ളതാണ് അല്ലേ? ഭർത്താവിന് വഴിപ്പെടുക, ഭർത്താവ് പറഞ്ഞതനുസരിക്കുക, ഉച്ചത്തിൽ സംസാരിക്കാതിരിക്കുക, ദേഷ്യപ്പെടാതിരിക്കുക. അങ്ങനത്തെ സ്ത്രീകളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അല്ലേ? ഭർത്താവിനെ സ്നേഹിക്കുകയും ഭർത്താവിന് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയും ചെയ്യുന്ന ഭാര്യയുണ്ടെങ്കിൽ ആ ഭാര്യ നാളെ സ്വർഗത്തിലേക്കുള്ളവളാണ്. അങ്ങനെയുള്ള ഭാര്യമാരെ കിട്ടിയവർ ഭർത്താവുക്കന്മാർക്ക് വലിയ തൗഫീഖാണ്, ഭാഗ്യവാന്മാരാണ്. പ്രിയമുള്ളവരെ, റസൂലുള്ളാഹി പറയുന്നുണ്ട്, ലൗ കുന്തു ആമിറൻ അഹദൻ അയ്യസ്ജുദ ലി അഹദിൻ, ഒരു മനുഷ്യന് സുജൂദ് ചെയ്യാൻ അവകാശമുണ്ടായിരുന്നുവെങ്കിൽ ഞാൻ ഭാര്യയോട് ഭർത്താവിന് സുജൂദ് ചെയ്യാൻ കൽപ്പിക്കുമായിരുന്നു എന്ന്. അല്ലേ? ഭർത്താവ് ദൈവമായിട്ടല്ല, ഭർത്താവ് കാരണം സ്വർഗം കിട്ടുന്ന സ്ത്രീകളെ കുറിച്ചാണ് ഈ ഹദീസ് പറയുന്നത്. ഭർത്താവിന് സേവനം ചെയ്തുകൊണ്ട് മഹതിയായ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ കഥയൊക്കെ നമുക്കറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ന ഭർത്താവിന് വേണ്ടി സ്വന്തം ജീവിതം മുഴുവനും മാറ്റിവെച്ച പ്രിയപ്പെട്ട ഭാര്യയാണ് ഖദീജ ബീവി റളിയല്ലാഹു അൻഹ. പ്രിയമുള്ളവരെ, ഭർത്താവിന് സേവനം ചെയ്യുന്നത് സ്വർഗം പ്രതീക്ഷിച്ചായിരിക്കണം. അങ്ങനെയുള്ള ഉമ്മമാരോ സഹോദരിമാരോ ഭാര്യമാരോ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ പ്രതീക്ഷിച്ചോളൂ, അവർ സ്വർഗത്തിലേക്കുള്ള ആളുകളാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇനി നാലാമത്തെ ആളുകൾ ഹിഫ്ളുൽ ഇഫ്ഫത്തി വൽ ഹയാ. അവർ ലജ്ജയും അതുപോലെ തന്നെ അവരുടെ ശരീരവും അവരുടെ അവയവങ്ങളും കാത്തു സൂക്ഷിക്കുന്നവരാണ്, വ്യഭിചരിക്കുന്നവരല്ല, മറ്റുള്ളവരുടെ മുമ്പിൽ എക്സ്പോസ് ചെയ്യുന്നവരല്ല, ശരീരം പ്രദർശിപ്പിക്കുന്നവരല്ല, സോഷ്യൽ മീഡിയയിൽ അക്കൗണ്ട് ഉണ്ടാക്കി മറ്റുള്ളവർക്ക് മുമ്പിൽ ആടിയും കുഴഞ്ഞും ഡാൻസ് ചെയ്തും മറ്റുള്ളവരെ ആകർഷിപ്പിച്ചുകൊണ്ട് പണമുണ്ടാക്കുന്നവരല്ല. അവരെക്കുറിച്ച് പറഞ്ഞത് അവർ ലജ്ജയെ കാത്തു സൂക്ഷിക്കുന്നവരാണ്. ലജ്ജ എന്ന് പറയുന്നാൽ ഒരു സ്ത്രീത്വത്തിൻ്റെ അടയാളമാണ് അല്ലേ? പൗരുഷം, സ്ത്രീത്വം, ലജ്ജ ഒരു ഭംഗിയല്ലേ സ്ത്രീകൾക്ക്? അത് കാത്തു സൂക്ഷിക്കുന്നവർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഹയാഉ മിനൽ ഈമാൻ, ലജ്ജ എന്ന് പറഞ്ഞാൽ ഈമാനിൻ്റെ അടയാളമാണ്. അവർ നാളെ സ്വർഗത്തിലാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. ഇനി അഞ്ചാമത്തെ വിഭാഗം, നാളെ സ്വർഗത്തിലേക്ക് പോകുന്ന അഞ്ചാമത്തെ വിഭാഗമുള്ള സ്ത്രീകൾ ആരാന്നറിയോ? തർബിയത്തുൽ ഔലാദി അല ത്വാഅത്ത്, ആരാധന ചെയ്യാൻ വേണ്ടി മക്കളെ പ്രാപ്തരാക്കുന്ന ഉമ്മമാർ. അല്ലേ? ആരാ കൂടുതൽ നിസ്കരിക്കാൻ വേണ്ടി പറയല്? ഉമ്മല്ലേ? ബാങ്ക് വിളിച്ചാൽ തുടങ്ങും, നിസ്കരിച്ചോ, സുബഹിക്ക് വാതിൽ വന്ന് മുട്ടും, നിസ്കരിച്ചോ. അല്ലേ? ഉമ്മല്ലേ കൂടുതൽ പറയാം. ഖുർആൻ ഓതാൻ പറയലാരാ? ഉമ്മ. നിസ്കരിക്കാൻ പറയലാരാ? ഉമ്മ. ഒരു ദിവസത്തിൽ ഒരു 100 തവണയെങ്കിലും നിസ്കരിക്കാൻ വേണ്ടി പറയുന്നത് ഉമ്മയാണ്. എന്നാൽ ഇതൊന്നും പറയാത്ത ഉമ്മമാരുണ്ടാവും കേട്ടോ, ഒന്നും പറയാത്ത ഉമ്മമാരുണ്ടാവും. അവർ സ്വർഗത്തിലേക്ക് പോകുന്ന ആളുകളല്ല. എന്നാൽ സ്വർഗത്തിലേക്ക് പോകുന്ന ഉമ്മമാരാണ് നിങ്ങളുടെ ഉമ്മമാരെങ്കിൽ നിങ്ങളുടെ ഉമ്മ നിങ്ങളോട് നിസ്കരിക്കാൻ പറയും, നിങ്ങളുടെ ഉമ്മ നോമ്പനുഷ്ഠിക്കാൻ പറയും, നിങ്ങളുടെ ഉമ്മ ഹറാമിൽ നിന്ന് നിങ്ങളെ വിലക്കും. ത്വാഅത്തിന് വേണ്ടി, ആരാധനകൾക്ക് വേണ്ടി മക്കളെ സജ്ജരാക്കുന്ന ഉമ്മമാർ അവർ നാളെ സ്വർഗത്തിലേക്കുള്ള സ്ത്രീകളുടെ അടയാളങ്ങളിൽപ്പെട്ടതാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അല്ലേ? മക്കളെ നന്നാക്കുക എന്നുള്ളത് ഉമ്മമാരുടെ ഉത്തരവാദിത്തമാണ്. എല്ലാവരും ചെയ്യുന്നുണ്ടോ? ഇനി നിസ്കരിക്കാൻ വേണ്ടി പഠിപ്പിക്കും, മദ്രസയിൽ പോകുമ്പോൾ പഠിപ്പിക്കും. എന്നാൽ 10 കഴിഞ്ഞാലും +2 കഴിഞ്ഞാലും ഡിഗ്രി കഴിഞ്ഞാലും എത്ര വലിയ പ്രായം ചെന്നാലും ബാങ്ക് കൊടുത്തിട്ട് നിസ്കരിച്ചിട്ടില്ലെങ്കിൽ ഉമ്മ പറയും. അത് ഉമ്മ സ്വർഗത്തിലേക്ക് പോകുന്ന ആളായതുകൊണ്ടാണ്, അത് ഉമ്മാക്ക് സ്വർഗീയ ലക്ഷണമുള്ളത് കൊണ്ടാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നാളെ സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ. ഇനി ആറാമത്തെ വിഭാഗം അസ്സബ്റു അലാ മശഖാത്തിൽ ഹയാത്ത്, ജീവിതത്തിൻ്റെ പ്രയാസങ്ങളിൽ ക്ഷമിക്കുന്നവർ. ഭർത്താവിന് ജോലി നഷ്ടപ്പെട്ടു, ഗൾഫിൽ നിന്ന് പോരാണ്, പെട്ടെന്ന് സാരല്ല നിങ്ങൾ പോരി, നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അങ്ങനത്തെ സ്ത്രീകൾ. അല്ലേ? ഉമ്മ എനിക്കിവിടെ നിൽക്കാൻ വയ്യ, ജോലിയൊന്നും ശരിയാവുന്നില്ല, നല്ല ജോലിയൊന്നും കിട്ടുന്നില്ല, ഉമ്മയുടെ കുട്ടി ഇങ്ങോട്ട് പോകുന്നില്ല, നമുക്ക് സാരല്ല, നമുക്ക് ഉള്ളത് കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഇവിടെ ചെറിയ ജോലി നോക്കാം. അല്ലെങ്കിൽ സാമ്പത്തികമായി വലിയ ഒരു താഴ്ചയിലേക്ക് പോയി, കച്ചവടങ്ങളൊക്കെ പൂട്ടിപ്പോയി. ആ സമയത്ത് ആ കുടുംബനാഥന്, ഗ്രഹനാഥന്, മകന്, പ്രിയപ്പെട്ടവർക്ക്, സഹോദരനൊക്കെ തണലാകുന്ന പ്രിയപ്പെട്ട സ്ത്രീകൾ എല്ലാം പോയല്ലോ എന്ന് പറഞ്ഞ് ആവലാതി പറയുന്നവരല്ല, ക്ഷമിച്ചുകൊണ്ട് പ്രിയപ്പെട്ടവർക്ക് തണലാകുന്നവർ, അവരെ വളരെ സന്തോഷത്തോടുകൂടെ അവർക്ക് സമാധാനം പകർന്നു നൽകുന്നവർ. അല്ലേ? അങ്ങനത്തെ സ്ത്രീകളില്ലേ? അവർ നാളെ സ്വർഗത്തേക്ക് പോകുന്ന ആൾക്കാരാണ്. അവർ നാളെ സ്വർഗത്തിലേക്കുള്ള ആൾക്കാരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് എന്താണെന്നറിയോ? വസ്സാബിറൂന അജ്റുഹും ബിഗൈരി ഹിസാബ്. ക്ഷമിക്കുന്നവരുടെ പ്രതിഫലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണക്കില്ലാത്തതാണ്, അനന്തമാണ്, അവസാനിക്കാത്തതാണ്. അതേതാണ്? സ്വർഗമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതാണ്. പ്രിയമുള്ളവരെ, അങ്ങനെയുള്ള ഉമ്മമാരോ സഹോദരിമാരോ മക്കളോ പെൺമക്കളോ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ അവർ സ്വർഗത്തിലേക്ക് പോകുന്ന ആൾക്കാരാണ്. ഇനി ഏഴാമത്തെ അവസാനത്തെ വിഭാഗത്തെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. കിസ്റത്തു ദിക്രി വദ്ദുആ,
ദുആ വർദ്ധിപ്പിക്കുന്ന സ്ത്രീകൾ. എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അപ്പോൾ ആദ്യം അവർ കൈമലർത്ത് റബ്ബിൻ്റെ മുമ്പിലാണ്. മക്കൾക്ക് ജോലി ഇല്ലെങ്കിൽ അവർ ആദ്യം കൈമലർത്തുന്നത് റബ്ബിൻ്റെ മുമ്പിലാണ്. ആർക്കെങ്കിലും അസുഖമാണെന്നറിഞ്ഞാൽ അവർ കൈമലർത്തുന്നത് റബ്ബിൻ്റെ മുമ്പിലാണ്. ആദ്യം പ്രാർത്ഥന, പിന്നെ ബാക്കിയുള്ള കാര്യമുള്ളൂ. ഹോസ്പിറ്റലിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യം പ്രാർത്ഥന അല്ലേ? ആദ്യം അവർ നേർച്ചയാക്കിയിട്ടുണ്ടാവും ഒരു 100 യാസീൻ. മകന് പനിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം മുമ്പ് ഒരു 100 ലാ ഇലാഹ ഇല്ലല്ലാഹ്, 101 ലാ ഇലാഹ ഇല്ലല്ലാഹ് എല്ലാം നേർച്ചയാക്കിയിട്ടുണ്ടാവും. വീട്ടിലൊക്കെ, നമ്മുടെ വീടുകളിലൊക്കെ കൂടുതൽ നേർച്ചയാക്കുന്നത് സ്ത്രീകളായിരിക്കും. എന്താണ് കാരണം? അവർ സ്വർഗത്തിലേക്കുള്ള ആൾക്കാരാണ്. അവർ ദിക്ർ ചൊല്ലുന്നവരാണ്, അവർ ദുആ ഇരക്കുന്നവരാണ്. അവർ ഏറ്റവും കൂടുതൽ അവരുടെ ആശ അർപ്പിച്ചിരിക്കുന്നത്, പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്നത് മരുന്നുകളിലോ പണത്തിലോ സമ്പത്തിലോ ജോലിയിലോ ഒന്നുമല്ല, അള്ളാഹുവിനോടുള്ള പ്രാർത്ഥനയിലാണ്, ദിക്റിലാണ്. അങ്ങനത്തെ സ്ത്രീകൾ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ഉറപ്പിച്ചോ, അവർ നാളെ സ്വർഗത്തിലേക്ക് പോകുന്ന ആളുകളാണ്. അങ്ങനെ ഇനിയും ഒരുപാട് ലക്ഷണങ്ങളുണ്ട്. നമ്മൾ ഈ വീഡിയോയിൽ 7 എണ്ണമാണ് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.